ഹായ്. ഇന്ന് സൺഡേ. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ. എന്നെ ഒന്നുമില്ല. സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കും ഭയങ്കരമായിട്ട് എന്തോ ഉണ്ടെന്ന് ഓർക്കും. ഇല്ല, ഇന്ന് ഞങ്ങൾ ഇച്ചിരി മീൻ മേടിച്ചു. അയ്യോ, അപ്പോൾ ഇത് വിശേഷമല്ലേ. അപ്പം മീൻ മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിശേഷമാട്ടോ. മീനിൻ്റെയൊക്കെ വില അറിയാമല്ലോ. എന്നാ വിലയാണ് മീനിനൊക്കെ. മത്തിക്കൊക്കെ 360 രൂപ ഓക്കെ. അപ്പം ഞങ്ങൾ ഇന്ന് തന്നെ ഏതോ ചൂര മേടിച്ചു, വെള്ളച്ചൂര മേടിച്ചു. കാണിച്ചത് ഇതുണ്ടോ, ഇത്ര മീനേ ഉള്ളൂ. 350 രൂപ എത്ര മീനിന്? 140 350 രൂപ എത്ര മീനിന്. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി കഷായം കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വെച്ചതാണേ. അപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പം നമുക്ക് മീനിന് വേണ്ട കാര്യങ്ങളാക്കാം. അതിന് മുന്നേ വേറൊരു സൂത്രം കാണിക്കാം. അവരപ്പനും മോളിലും കൂടി ഇരുന്നിട്ട് ചക്കയൊക്കെ ഒരുക്കുവാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അടുക്കളയിലോട്ട് വലിഞ്ഞു. ഇതുണ്ടോ, ഇച്ചിരിയല്ലേ എടുക്കുന്നുള്ളൂ, ഒത്തിരി എടുക്കുന്നില്ലോ. കഴിഞ്ഞ ദിവസം ഒരു ചക്ക 2 ചക്ക കൊണ്ടുവന്നിട്ട് ഒരു ചക്ക എടുത്ത് ഞാൻ ശകലം കഴിക്കും. ആ, ഇപ്പോഴേ എല്ലായിടത്തെയും അവസ്ഥയായിരിക്കുമല്ലോ. ഇതല്ലേ തുണി ഉണക്കാനിട്ടിരിക്കുന്നത്. ഇപ്പോൾ ശകലം വെയിലുണ്ട്, എല്ലാം കൂടി പിറക്കുന്നു ഇടാമെന്ന് തോന്നണം. കണ്ണപ്പനും പൊന്നുണ്ണിയും കൂടി അവരുടെ ലോകത്ത് പൊന്നുണ്ണിയെ കളിപ്പിച്ചുകൊണ്ട് കണ്ണമ്മോനിരിക്കുന്നു. അവൻ്റെ അപ്പൻ അവിടെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും പൊന്നുണ്ണിക്ക് വേണ്ട. അപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പാ മതി എന്ന് പറഞ്ഞിട്ട് അപ്പാടെ പുറകെ കൂടിക്കോളൂ. കണ്ണാപ്പി പിന്നെ ഒരു കാര്യത്തിനും കൂടത്തൊന്നുമില്ല. കണ്ണാപ്പി ഇങ്ങനെ ഇതാ. അപ്പം നമുക്ക് മീൻ കറി വെക്കാം കേട്ടോ. നിറച്ച കാണാമോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് മീൻ കറി വെക്കാം. എൻ്റെ കഷായം വെക്കി തീർന്നു. അപ്പം മീൻ കറി വെക്കാൻ ഞാൻ ആദ്യം തക്കാളിക്ക ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കും. പിന്നെ അതിന് മുന്നേ ഞാൻ എന്നറിയാവോ, ശകലം കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കാം. അപ്പോൾ കുടംപുളിയുടെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോണ്ടല്ലോ മീനിൻ്റെ കഷ്ണത്തിലൊക്കെ നല്ലപോലെ പുളിയൊക്കെ പിടിക്കും. മറ്റേ നമ്മൾ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ മീൻ നോക്കുമ്പോൾ മീൻ പുളിയൊക്കെ കാണുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ തക്കാളിക്ക് അരയ്ക്കുന്നതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. തക്കാളി അരച്ചാൽ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ അതിന് കൊഴുപ്പും കിട്ടും നമുക്ക്. അപ്പോൾ ഇതേണ്ട നമ്മുടെ തക്കാളി അരച്ച് പേസ്റ്റാക്കി. ഞാൻ ഇതിനകത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുടംപുളി ഇതേ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ചട്ടി വെച്ചു. ഇനി നമുക്ക് എണ്ണ കഴിക്കാം. അപ്പോൾ ഇതേണ്ട ഞാൻ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു. ഇനി ഒന്ന് ചൂടാവട്ടെ. അതിനിടയ്ക്ക് എല്ലാവരും ചോദിക്കും കഷായം എന്തിനാ തിളപ്പിക്കുന്നത് അല്ലേ. കഷായം 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചേച്ച് 1/2 ഗ്ലാസ് ആക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം 1/2 ഗ്ലാസ് ആക്കിയ കഷായം ഇതെന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ട്. ഞാൻ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് ഓർത്താണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ തൊടുപുഴയിൽ തന്നെ കാളിമഠം എന്ന് പറയുന്നൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അവിടെയാണ് പോയത്. കഴിഞ്ഞ ദിവസം പോയി. അപ്പം എനിക്ക് കുറച്ച് മെഡിസിൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറയുവാണെങ്കിൽ ഞാൻ എല്ലാവർക്കും അത് ഞാൻ കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്തായാലും മരുന്നൊക്കെ കഴിച്ച് തുടങ്ങി. അതെനിക്ക് ഫലപ്രദമാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഞാൻ കഴിക്കട്ടില്ല. നമ്മൾ അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ അത് ഫലപ്രദമായില്ലെങ്കിലോ. അപ്പം ഞാനത് കഴിച്ചിട്ട് എനിക്ക് കുറവുള്ളതനുസരിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഉലുവായും കടുകും കൂടി ഇടാം. ഉലുവാപ്പൊടി ഒന്നുമില്ല ഞാനങ്ങനെ ഇപ്പം തന്നെ കണ്ടില്ലേ. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി എന്താ മടിയൻ്റെ മലചമക്കെന്ന് പറഞ്ഞില്ല, മടിച്ചിയാണ്. അപ്പോൾ എല്ലാം കൂടി അരച്ച് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് എടുക്കണ്ടല്ലോ. അത്ര മടിച്ചു കേട്ടോ. വയസ്സും പ്രായമൊക്കെ ആയി വരുമല്ലേ അല്ലേ. അപ്പം മടിയൊക്കെ കൂടും. പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ അരിഞ്ഞ് പ്ലേറ്റിൽ ഒരു വശത്ത് ഇഞ്ചി, ഒരു വശത്ത് കരിയാപ്പില, ഒരു വശത്ത് വെളുത്തുള്ളി അങ്ങനെയൊക്കെ അരിഞ്ഞ് നല്ല സെറ്റപ്പാക്കിയൊക്കെ വെക്കും. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ മിക്സിയിലോട്ട് എടുത്തിടുക, അടിക്കുക, അത്രേ ഉള്ളൂ. എന്നെപ്പോലെ മനുഷ്യന്മാരായ അമ്മമാരുണ്ടോ? കാണും. കുറച്ച് ഉലുവ ഇട്ടു. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് ഇട്ടു. അത് പൊട്ടട്ടെ കേട്ടോ. ഇവിടെ കൂടി തിളയ്ക്കുവാണേ. നിർത്തി വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അളവും കാര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് അളവൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം ഞാൻ എന്നെ ചെയ്യും, ഇതിനകത്തോട്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടി,
ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. ഇനി അതിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി. അപ്പം ഞങ്ങൾക്ക് മുളക് പൊടി നല്ല വേണ്ടുന്നവരാണ്, നല്ല സൂപ്പറായിട്ട് എരിവ് വേണ്ടുന്നവരാട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഒരു 4-5 സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇട്ടു. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമല്ലോ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ. അപ്പം നമ്മുടെ ഉണ്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ നെയ്യെന്നറിയാം പച്ചമണമൊക്കെ അങ്ങ് മാറി നല്ല മൂത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ നെയ്യും ഈ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ച് അതിനകത്തോട്ടങ്ങ് ഇടും. പിന്നെ ഇതും കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് മൂക്കട്ടെ. തക്കാളി ഒന്ന് മൂക്കണമല്ലോ. ഞാൻ ഈ കൂടെ ഉപ്പും കൂടി ഇടുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടേക്കാം. ഉണ്ടോ അപ്പം ഇതൊന്ന് പയ്യെ എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ ഒന്ന് ഉണ്ടോ. തക്കാളിക്കായും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഗ്രേവിയുടെ ഒരു തിക്നെസ് ഉണ്ടോ. മറ്റേ നമ്മൾ മുളക് പൊടിയും ഒക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, പിന്നല്ലേ പിരിയമുളക് പൊടി ചേർക്കണം. ഞാൻ കാശ്മീരി ചില്ലി ചേർത്തിട്ടില്ല, സാധാ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടിക്കോളും. നോക്കട്ടെ. എൻ്റെ പണി അവിടെ തീരാറായി. നിങ്ങളുടെ പണി ഇതിനായിട്ട് തീരാറായില്ലേ? അതിനാ നിങ്ങളുടെ കഷ്ടപ്പാട് എൻ്റെ പണി. അവർ റോബോട്ടുള്ളത്, ഞാൻ റോബോട്ടാണ്. കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ? പുക കാരണം കാണാൻ പോയിട്ടു. ക്യാമറ അന്നേരത്തിനും അങ്ങ് മൂടിപ്പോകത്തില്ലേ. ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പുളിവെള്ളം ഒഴിക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് പുളിവെള്ളം, നമുക്ക് തക്കാളി ഇട്ടത് കൊണ്ട് നോക്കിയിട്ട് പുളി ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതേ പാകത്തിന് ചാറുമൊക്കെ ആക്കി ഞാൻ കരിയാപ്പിലയും കൂടി അങ്ങോട്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ കഷ്ണവും കൂടി പിറക്കിയിട്ട് എൻ്റെ 350 രൂപയുടെ മീൻ കണ്ടോ. ഞാൻ കരിയാപ്പിലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചാരത്തിലേക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഇപ്പോൾ ഉപ്പ് പാകമാണ്, പുളിയുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മീൻ കഷ്ണം കൂടി പിറക്കിയിടാം. നമ്മുടെ 350 രൂപയുടെ മീൻ ഇടുവാണേ. നമ്മൾ അല്ലാത്ത ചൂരയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, ഈ ചൂരമീൻ്റെ ഇടയ്ക്കൊരു കറുത്ത ഒരു നിറം പോലെ പീസിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, അത് കൊച്ചെന്നാ ചെയ്യുന്നറിയാം, കൂട്ടത്തില്ല, അത് മാറ്റി അങ്ങ് വെക്കും. അപ്പം അതുകൊണ്ടാണ് വെള്ളച്ചൂര മേടിച്ചത്. കറുത്ത ചൂര ഇരിപ്പുണ്ടായിരുന്നു, വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ കാര്യം ഓർത്തിട്ട് ഞങ്ങളതങ്ങ് മാറ്റി. ഉണ്ടോ, ഇതാണ് നമ്മുടെ മീൻ. ഇത്രയും മീൻ കഷ്ണമേ ഉള്ളൂ ഗൈസ്. ഭയങ്കര നഷ്ടമായിപ്പോയി. ഇത് തിളക്കട്ടെ അല്ലേ, നമുക്ക് മൂടി വെക്കാം. ഇത്രയും നേരം ഇരുന്ന് ചക്കയൊക്കെ ഒരുക്കി ചട്ടി പോകുന്നുണ്ടോ, കാല് വരുത്തടി. നമുക്ക് ഇത് മൂടി വെക്കാം, തിളക്കട്ടെ അവിടെ ഇരുന്ന്. അപ്പോഴത്തേനും ഞാൻ ചക്കയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കാം. അവരവിടെ ചക്കയൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും നമുക്കിവിടെ തേങ്ങ ഒക്കെ ചേർക്കാം. അപ്പം ഞാൻ തേങ്ങ കുറ്റി കേട്ടോ. തേങ്ങ വെള്ളം പണ്ട് അമ്മ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഓടി ചെല്ലും തേങ്ങ വെള്ളം തരാം. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ തേങ്ങ പൊട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് തേങ്ങ വെള്ളം തരും. എന്നിട്ട് ചെന്ന് കുടിച്ച് നോക്കും. ഞാനുണ്ടല്ലോ തേങ്ങ എടുത്ത് വെച്ച് പിള്ളേരൊക്കെ വരുമ്പോഴത്തേന് കൊള്ളുകയല്ലോ. ഇവിടെ പിന്നെ പാർവിനൊന്നും വേണ്ട, എനിക്കിപ്പോഴും അതേ ഇത്
നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള തേങ്ങയായിരുന്നു. അപ്പം നമുക്ക് അവർ ചക്കയൊക്കെ ഒരുക്കി വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി ചക്കയ്ക്ക് അരച്ച് വെക്കാം. പൊന്നുണ്ണി പറയുന്നല്ലേ അരച്ച് വെക്കാം. അപ്പം ഞാൻ ചക്കയ്ക്ക് അരയ്ക്കാനുള്ള എടുത്ത് വെച്ചു. അയ്യോ വെളുത്തുള്ളി എടുത്തില്ല. അപ്പോൾ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഇത് കരിയാപ്പലയും കൂടി വേണം അല്ലേ, കരിയാപ്പല മീൻ പാറുവിൻ്റെ കരിയാപ്പല എടുക്കാൻ പറ്റേ, അതും കൂടി ഒന്ന് അരച്ചെടുക്കും. ഇത് ചക്കയൊക്കെ അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ എൻ്റെ ഒരു പങ്കുമില്ല, അവരാണ് എല്ലാ കാര്യങ്ങളും. ആൾക്ക് സജീവണ്. അതിനിടയ്ക്ക് കരിയാപ്പല കുറഞ്ഞു പോകാൻ കൊണ്ട് കുറേ കരിയാപ്പല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വേണ്ടോ ചക്കയ്ക്കൊക്കെ ഞാൻ അരച്ച് വെച്ചു. ടീച്ചർ വലിയൊരു കാര്യമാണ്, ചക്ക വേവിക്കാൻ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തേങ്ങ ഇപ്പോഴായിരിക്കും പിടിക്കുന്നത്. ടീച്ചറിൻ്റെ അവിടെ നിന്ന് കേട്ടോ ചക്ക. ചക്കയ്ക്കൊക്കെ പിന്നെ ഇഷ്ടം പോലെ കരിയാപ്പല ഉണ്ടായിരുന്നു നല്ലതല്ലേ മീൻകറിക്കൊക്കെ. അപ്പം ടീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചക്ക കഴിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങയും ടീച്ചർ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് അരമുറി എടുക്കുന്നുള്ളൂ. അപ്പോഴത്തേന് നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്, തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി. ഇവിടെ എല്ലാവർക്കും ചാറ് വേണം. ഇത് കപ്പയാണേലും ചക്കയാണേലും ഒക്കെ ഇവിടെ ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ. അതിന് ഞാൻ വെച്ചിട്ട് ഞാൻ വല്ലാതെ പറയാൻ പറയുമല്ലോ, നല്ല സൂപ്പർ സാധനം കേട്ടോ. ഞാൻ മാത്രം നോക്കി പറയുമ്പോൾ അതിനൊരു ഇത് പോരല്ലോ. അപ്പം ഞാൻ ഇച്ചിരി ചാറ് വെച്ച് കൊടുക്കട്ടോ, പൊള്ളിക്കാം. ഓ ചുമ്മാ പറഞ്ഞിട്ട് പോവുകയാണേ. ഓക്കെ സൂപ്പർ എന്നൊക്കെ പറയുക. എരി വേണം, എരിവുള്ളവർക്കൊക്കെ ഒത്തിരി എരി വേണം. അതെടുത്തിട്ട് സജീവനാ കേട്ടതേ. പക്ഷേ എന്നോടിപ്പോണ്ടല്ലോ എരിയും പുളിയൊക്കെ കുറയ്ക്കണം, മര്യാദിക്കുന്നുണ്ട്. എരിയും പുളിയും കുറയ്ക്കണം, മീനൊക്കെ കൊടുപ്പം ഞാൻ ഇച്ചിരി ചാറ് കൂട്ടല്ലേ. മത്തി പിന്നെ ഒഴുക, ഞങ്ങളുടെയൊക്കെ അവിടെ ചൂടേന്ന് പറയും, നിങ്ങളുടെയൊക്കെ അവിടെ ഞങ്ങളുടെ ഇവിടെ ഒഴുകിയ ചൂടേന്ന് പറയും. ഇവിടെ നത്തോലി അല്ലേ ഒഴുക, അത് കൂട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാണെങ്കിൽ വറുത്തൊന്നും വേണ്ട, വറുത്തതും പൊരിച്ചതൊന്നും അധികം കൂട്ടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഇതേ കറിക്കകത്ത് നിൽക്കണ്ടോ അതിനടുത്ത് നിന്ന് പുട്ടും കിഴങ്ങറിയും കൂടി കിഴങ്ങറിക്കകത്തുനിന്ന് കിഴങ്ങെടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. സമയമില്ല, എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചക്ക എന്താ അടുപ്പിലോട്ട് വെച്ചേക്കാം. ഉണ്ടോ ചില സമയത്തല്ല നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കത്തത്തില്ല, പിന്നീടായിട്ട് കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നമുക്ക് ദേഷ്യം വരും. നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഇതുണ്ടോ പാത്ത് വന്ന് ഇവിടെ ചക്കപ്പുഴുക്കൊന്നും വെന്തില്ല. അതിനിപ്പറത് മീൻകറി എടുത്തു. എന്തിനാ ചെയ്യണ എനിക്കറിയാം. ടച്ചിങ്സിന് എടുത്തോണ്ട് പോവാ ഗൈസ്. ഇത് സൺഡേ അല്ലേ കണ്ടോ, പയ്യെ നൈസായിട്ട് അപ്പുറത്തോട്ട് പോവാ. അതെടുത്തിട്ട് സജീവനാ കേട്ടതേ വെച്ചിട്ട് പോയെ ഒരു സാധനം എടുത്താൽ അത് അവിടെ അടച്ചിട്ട് പോകണം. ഉണ്ടോ ഒരു കാര്യം എടുത്താൽ അത് അങ്ങനെ വെച്ചിട്ട് പോകും. ആരുമില്ല ഗൈസ്, തന്നെ വേണം. ക്യാമറ ഇളക്ക് എല്ലാം കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതിൻ്റെ അരപ്പും കൂടി ഒന്ന് ഇട്ട് വെച്ചാൽ ഓക്കെ. ഇളക്കിത്ത കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിയെന്ന് പറയുന്ന പോലെ ചക്കയൊക്കെ അരിഞ്ഞ് തന്നവർ തന്നെ ചക്ക ഇളക്കിത്ത. അവിടെ ഒരു ശക്കലം പോലും വീഴിക്കാതെ വേണം ഇളക്കേണ്ടത്. ഒക്കെ ഞാനെല്ലാം ഇതുണ്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അന്നേരം തുടച്ചിട്ടാണ് മീൻ. കണ്ടോ അത് തന്നെ ഉണ്ടല്ലോ, കഴുകി തുടച്ചിട്ടാൽ മതി. ഇങ്ങോട്ടത് ഞാൻ ഇളക്കാം. ചക്ക നിലത്ത് വീഴാതെ ഇളക്കി തരാൻ എനിക്കറിയാം. തവി തിരിച്ച് പിടിച്ചാൽ ചെയ്യണം. ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് കുത്താൻ നേരത്ത് അങ്ങനെ വേണം ഇളക്കാൻ കേട്ടോ. എല്ലാവരും തിരിച്ച് പിടിച്ച് മറിച്ചിടാം, എന്നിട്ട് തിരിച്ച് പിടിച്ച് ഇളക്കാൻ. ഉണ്ടാരപ്പം എല്ലായിടത്തും ആവട്ടെ. വലിയ തവി എടുത്ത് തരണോ? വലിയ തവി എടുത്ത് തരാം.
എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇപ്പുറത്തു നിന്ന് ഞാൻ ഇങ്ങനെ വശത്തെ ചക്ക ഇളകിയിട്ടില്ല. അങ്ങനെ മിടുക്കൻ. ഇനി തിരിച്ചിളക്കാം. ഇത് ആദ്യം ഇതാണ് അവിടെല്ലാം തുറച്ചിട്ട്. അതുകൊണ്ട് ഗൈസ് ചക്കപ്പുഴുക്കും മീൻകറിയും കൂടി. ചക്കപ്പുഴുക്കും മീൻകറി ഇങ്ങനെയൊന്നും അല്ലത് കഴിക്കേണ്ടത്. കരി കൊണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ മുക്കി മുക്കി കഴിക്കണതാണ് ഇഷ്ടമേ. മീൻകറിക്കകത്ത് മുക്കി കഴിക്കണം ഇഷ്ടം. എനിക്കങ്ങനെയല്ല, ഞാൻ കഴിക്കണം കഴിക്കാം. ഇങ്ങനെ ചക്കപ്പുഴുക്കും മീൻകറി കൂടി എടുത്തിട്ട് പിള്ളേരൊക്കെ കഴിക്കുന്ന എടുക്കാൻ ചെന്നപ്പോൾ പിള്ളേർ കഴിച്ചു കഴിഞ്ഞു. ഞാൻ അന്നേരത്തേനും എൻ്റെ അനിയത്തിയുടെ ഫോൺ വന്നു. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ നോക്കുമ്പോൾ പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനും സജീവനും കൂടി വന്നു. നല്ല ചൂടാണ്. അങ്ങോട്ട് മീൻ കഷ്ണമൊക്കെ വെച്ച് വെട്ടം കാണാവോ. നല്ലൊരു ഉണ്ടാവും. എല്ലാവരും കഴിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയണം. നല്ലതാണെന്ന് പറഞ്ഞിട്ട് അന്നേരം കഴിക്കും. അങ്ങനെ പഴങ്കഞ്ഞിയും ഒന്നും കൂടി ആണെങ്കിൽ മീൻ പക്ഷെ ഭയങ്കര വരെ മീനാണ്. ഞങ്ങളെല്ലാം ഒരു നേരം എടുത്തപ്പം മീൻകറി അടിപൊളി. അപ്പം എല്ലാവരും ഇങ്ങനെ ആയിരിക്കും മീൻകറിയൊക്കെ വെക്കുന്നത് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ വെക്കാത്തവരുണ്ട്, ഇങ്ങനെ വെച്ച് വെക്കുക. അത് സൂപ്പർ കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.